വ്യൂവേഴ്സ്, അപ്പോൾ ഞാനിന്ന് പഠിപ്പിക്കാൻ വന്നത് പെക്നെ സ്റ്റിച്ച് ആട്ടോ. ബേസിക് സ്റ്റിച്ച് ആയിട്ട് എടുത്തേക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഇതിൽ ആ രണ്ടാമത്തെ ലൈൻ വന്നിട്ട് അടിയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ കുത്തിയെടുത്ത ശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ നൂല് കയറ്റി അത് ഇപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ അതായത് നമ്മൾ കയറ്റി ആ സ്റ്റിച്ച് അടിയിൽ വരുന്ന ഭാഗത്ത് അങ്ങനെ അടിയിൽ കൂടെ അല്ല, ഇങ്ങനെ മീതെ വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ചിങ് പുറത്തെടുക്കാനായിട്ട്. വലിച്ചു പിടിക്കരുത് കേട്ടോ, ഒരു അയവോടെ വേണം ചെയ്യാനായിട്ട്. അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന നോക്കിക്കോ, ആ മൂന്നാമത്തെ സ്റ്റിച്ചിനുള്ളിലൂടെ കയറ്റിയിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിനെ അകത്തൂടെ എടുത്ത് പുറത്ത് വലിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതുപോലെ എടുക്കണം. ഇതുപോലെ ഇങ്ങനെ തിരിഞ്ഞ് വന്ന് റൗണ്ട് ചെയ്ത് വന്ന് വലിച്ച് പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. ഒരു കാരണം വെച്ചാലും വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മോഡൽ നമുക്ക് കിട്ടത്തില്ല. അത് പിന്നെ നമ്മുടെ ബാക്ക് സ്റ്റിച്ചിനെ കണക്ക് തന്നെ ഇങ്ങനെ ഒറ്റ ലൈനായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വലിയ അളവൊന്നും വേണ്ട, ചെറിയൊരു രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ. കണ്ടോ, ഇതുപോലെ വളച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ ഈ രണ്ടാമത് ചെയ്യുന്ന ഈ സ്റ്റിച്ച് ഒരിക്കലും അതിൻ്റെ അടിയിലോട്ട് നൂല് വരത്തില്ല കേട്ടോ. നമ്മൾ ചെയ്ത എല്ലാ സ്റ്റിച്ചുകളും അങ്ങനെ അടിഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഇതങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഫസ്റ്റ് നമ്മൾ കുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് നൂല് ബാക്കിലോട്ട് കുത്തി ഇറക്കുമ്പോൾ മാത്രമേ ഈ നൂല് ബാക്കിലോട്ട് പോകുന്നുള്ളൂ. അത് കെട്ടിടാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് പഠിച്ചാൽ മതി. ഇത് സ്പീഡ് കുറച്ചിട്ട് ഞാൻ ചെയ്തേക്കുന്നത്. മറ്റേത് പിന്നെ നമ്മൾ പെട്ടെന്ന് സ്പീഡായിട്ട് ഓട്ടിച്ച് കാണിക്കുകയല്ലേ ചെയ്യുന്നത്, ഷോർട്ട് വീഡിയോ അല്ലേ. ഇത് ഫുള്ളായിട്ട് തന്നെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. എല്ലാവരും കണ്ട് കയറി കാണും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എടുത്തതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് ക്ഷമിച്ച് കേൾക്കണം കേട്ടോ. ആദ്യം ഞാൻ കൃത്യമായിട്ട് തന്നെയല്ലേ എടുത്തേക്കുന്നത്. അതൊന്ന് എല്ലാവരും കണ്ട് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഷോർട്ട് വീഡിയോ കാണുന്നുള്ളവർ അതിൽ കയറി കണ്ടാലും മതി. ഇതിപ്പോൾ ഒരു 3 മിനിറ്റുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതാ ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളത് ലാസ്റ്റ് ആട്ടോ. ലാസ്റ്റ് ആ സ്റ്റിച്ച് കഴിയുമ്പോഴത്തേക്കും ആ നൂല് കുത്തി ഇറക്കാനുള്ളത് ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ ആ എൻഡിൽ വേണം നൂലിങ്ങനെ കുത്തി താഴോട്ട് ഇറക്കി നമ്മൾ കെട്ടിടാനുള്ളത് കേട്ടോ. അത് മറക്കരുത് കേട്ടോ. അതുകൊണ്ട് വലിച്ചു പിടിച്ച് കെട്ടിടാനും നിൽക്കരുത്. ഒരു ലൂസാക്കിയിട്ടിട്ട് വേണം കെട്ടിടാനായിട്ട്. ആ നൂല് കയറി പോയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് വെച്ച് തന്നെയുള്ളൂ കേട്ടോ. എന്നാലൊരു ഭംഗി കിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. നമ്മൾ ഏത് കാര്യം പഠിച്ചാലും അതിനെ ബെറ്ററാക്കി പഠിക്കാൻ നോക്കണമേ. ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. താങ്ക്സ് ടു ഓൾ.